ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കാണാനും അവിടുത്തെ പാൽപ്പായസം ഒന്ന് കഴിച്ചു നോക്കാനും. ഇതുവരെ അതിനൊരു അവസരം ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. വലിയ ചെലവോ കാശ് മുടക്കോ ഇല്ലാണ്ട് നമുക്ക് അമ്പലപ്പുഴ പോയിട്ട് വരാം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് അധിക ചെലവൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. എന്റെ യാത്ര തുടങ്ങുന്നത് വൈറ്റിലയിൽ നിന്നാണ്. അമ്പലപ്പുഴയ്ക്ക് ഡയറക്റ്റ് ബസ് ഉണ്ടാവും. നമുക്ക് അവിടെ തന്നെ ചെന്നിറങ്ങാം. ഞങ്ങൾ ട്രിവാൻഡ്രം ബസ്സാണ് കയറിയത്. 200 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ഞങ്ങൾ 2 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ചെന്ന് അമ്പലപ്പുഴ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ അമ്പലപ്പുഴ അമ്പലത്തിലെത്തി. ഓട്ടോയ്ക്ക് 30 രൂപയാണ് ചെലവായത്. ടോട്ടൽ 130 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അമ്പലപ്പുഴ എത്താം. തുടക്കം മുതൽ ഫുള്ള് മുടക്കങ്ങളായതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി അവിടെ ചെല്ലാൻ പറ്റില്ലേ, തൊഴാൻ പറ്റില്ലേ, പായസം കിട്ടാണ്ടിരിക്കോ എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ഉണ്ണിക്കണ്ണനെ കാണാൻ പോവാണ്. ചൊവ്വാഴ്ച ദിവസം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ എന്താ ഏതാ ഒന്നും മനസ്സിലാവണ്ടായില്ല. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ച് അങ്ങനെ ഓരോന്നും മനസ്സിലാക്കി. നമ്മൾ അമ്പലത്തിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു റെസിപ്റ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നമുക്ക് വഴിപാടൊക്കെ കഴിക്കുന്നതിനുള്ള റെസിപ്റ്റ് വാങ്ങാം. അതല്ലാണ്ട് അമ്പലത്തിന്റെ അകത്തും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്ത് ചെന്ന് തെക്കായി വെണ്ണയും ത്രിമധുരം ഒക്കെ തൊഴാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അമ്പലത്തിൽ കൊണ്ടു കൊടുത്തു. ഇത് ഞങ്ങൾക്ക് രണ്ടാമതാട്ടോ മനസ്സിലായത്. നിങ്ങൾ കയറി ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മൾ ഇത് അമ്പലത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി കൊടുക്കണം. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് തൃക്കായ് വെണ്ണയും ത്രിമധുരം ഒക്കെ വാങ്ങാൻ പറ്റും. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പാൽപ്പായസത്തിന് പോയി ക്യൂ നിന്നു. 10 മണിക്കാണ് പാൽപ്പായസത്തിന്റെ റെസിപ്റ്റ് കൊടുക്കാൻ തുടങ്ങുന്നത്. ഞങ്ങൾ ഒരു 9:20 ഒക്കെ ആയപ്പം അവിടെ നിൽക്കാൻ തുടങ്ങി. ഇപ്പൊ ഓൺലൈൻ ബുക്കിംഗ് ഇല്ലാട്ടോ. ഡയറക്റ്റ് നമ്മൾ കൗണ്ടറിൽ ചെന്ന് ബുക്ക് ചെയ്യണം. പിന്നെ ഒരാൾക്ക് 1 ലിറ്ററിന്റെ പായസം മാത്രമേ കിട്ടുള്ളൂ. അതിൽ കൂടുതൽ കിട്ടില്ല കേട്ടോ. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് പിന്നെയും പോയി ക്യൂ നിന്നാൽ കിട്ടും. 240 രൂപയാണ് 1 ലിറ്റർ പായസത്തിന് വില വരുന്നത്. അപ്പൊ നമുക്ക് 10 മണി ആവുമ്പോൾ റെസിപ്റ്റ് കിട്ടി തുടങ്ങും. അങ്ങനെ ആ റെസിപ്റ്റ് വാങ്ങിയിട്ട് നമ്മൾ 1 മണി വരെ കാത്തിരിക്കണം. 1 മണിയാവുമ്പോഴാണ് പായസം അമ്പലത്തിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരുന്നത്. അതിനുശേഷം പിന്നെയും നമ്മൾ ക്യൂ നിന്നിട്ട് വേണം പായസം വാങ്ങാൻ. അങ്ങനെ 1 മണി വരെ കാത്തിരുന്ന് പായസം വാങ്ങി തിരിച്ചു പോന്നു.